ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഇന്നിതാ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് മത്തി മുളകിട്ടതും പിന്നെ പയറും കയ്പ്പയും കൊണ്ടൊരു ഉപ്പേരിയാട്ടം ഉണ്ടാക്കിയേ. ഇത് രണ്ടും മക്കൾ കഴിക്കൂല. അപ്പോൾ പിന്നെ അവർക്ക് എന്തുണ്ടാക്കി കൊടുക്കുമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുന്നതിനിടെ ഞാനൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ട്. ഇതുണ്ടാക്കാനും എളുപ്പമാണ്, മക്കൾക്കും ഇഷ്ടപ്പെടാതിരിക്കൂല എന്തായാലും. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. ഈ 3 സാധനങ്ങൾ മതി ഈ ഒരു കറി ഉണ്ടാക്കാൻ. സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. ആദ്യം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്നിതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഞാൻ ഇതാ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സവാള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. അങ്ങനെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ദേ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി തീ ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ നന്നാവും. അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കണേ. ഈ തൈരിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യേ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ മക്കൾക്കായതുകൊണ്ട് അധികം കുരുമുളകൊന്നും എടുത്തിട്ടില്ല. കുരുമുളക് ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇട്ടിട്ട് ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.